ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സത്യ സ്പെഷ്യലായിട്ടുള്ള നല്ല കിടിലൻ ഒരു കുറുക്ക് കാളൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ, വാ. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്ന ഒരു മൺചട്ടിയിലാണ്. മൺചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയൊരു പീസ് ചേനയും കഴുകി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി പീസാക്കി എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കി. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. ഇനി അതുപോലെ തന്നെ ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത്തക്കായുടെ തൊലി ചിലർ പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റിയെടുക്കും, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ മുകളിലത്തെ ഭാഗം മാത്രം ചീകി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം ഞാനിവിടെ എടുക്കുന്നുണ്ട് കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് വേണം ഇച്ചിരി കൂടുതൽ നിൽക്കാനായിട്ട്. അതിട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചില ചേന പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇച്ചിരി തിളച്ച വെള്ളം പിന്നീട് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതുപോലെ നമ്മൾ നല്ലതുപോലെ, ഒരുപാട് വെള്ളം ലൂസായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഇടയ്ക്ക് അപ്പം നമ്മുടെ ചേന വെന്താന്നൊക്കെ നമ്മളൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള, നമ്മൾ ഏത്തക്കായൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മൺചട്ടിയും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ നോക്കിയതിന് ശേഷം അടച്ച് വെച്ച് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ചേനയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് നല്ലപോലെ ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും തവി കൊണ്ട്. അപ്പോൾ നല്ലപോലെ കായും ചേനയും വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. നല്ലപോലെ വെന്തുടഞ്ഞ് വരണം, നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഈ സമയം ഞാൻ ഒരു 3/4 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കട്ട തൈരെടുത്ത് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അടിച്ചുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുത്ത ഉടനെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തൈരൊക്കെ നമ്മളിങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലപോലെ തൈര് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വറ്റി വേണം വരാൻ. അപ്പോൾ ഇപ്പോൾ കാണുന്നില്ല, നിങ്ങൾ ഇതുപോലെ വറ്റിച്ചെടുക്കുക. തൈര് ഒഴിച്ച് കൈ കൊണ്ട് ഇളക്കി നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്കിതിൻ്റെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, കഴിക്കാൻ അതുപോലെ രുചിയായിട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരല്പം കൂടെ ഉപ്പ് വേണം തോന്നിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു താളിപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. നെയ്യെല്ലാം ഒന്ന് മെൽറ്റായി വരട്ടെ. ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം, മുഴുവനായിട്ടുള്ള ഉലുവ. അതും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളകും 2 തണ്ട് കറി ലീഫും കൂടെ ചേർത്താൽ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മണമായിട്ടോ, ഇങ്ങനെ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമ്മൾ താളിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വലിയ നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഇപ്പോൾ തുടർന്ന് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. വീണ്ടും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.